തമ്പനയിൽ കണ്ടതുപോലെ തന്നെ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ളത് ഒരുവിധ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ. ഇന്നലെ ഞാൻ ഒരുത്തനെ കണ്ട്, ഇന്നലെ സൂക്കിൽ പോയപ്പോൾ ഒരുത്തനെ കണ്ട്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട്, റമദാൻ മാസമല്ല, നിസ്കാര കാര്യങ്ങൾ നോമ്പ് അറിഞ്ഞിട്ട് ഈത്തപ്പഴം ജ്യൂസും കുടിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതാ. എന്നിട്ട് ആ ഇരുത്തം ഇശാ നിസ്കാരം കഴിഞ്ഞ് 8 മണി, ആ 8 മണിന്റെ മുന്നേ, 8 മണിക്ക് കുറച്ച് സമയം ഉണ്ടാകുമ്പോഴാണ് ഞാൻ കാണുന്നത്. അതുവരെ മൂപ്പര് വെയിറ്റ് ചെയ്തിട്ടിരിക്കുക മാഡത്തിനെ. അപ്പോൾ ഞാൻ കുറച്ചേരം ഇങ്ങനെ സംസാരിച്ച് എന്തൊക്കെ വിശേഷം. നമ്മളും പോസ്റ്റായിട്ടിരിക്കുന്ന സമയങ്ങളാണല്ലോ. ആ സമയത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളും ചോദിക്കും. ഇങ്ങനെ ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിക്കുക സ്വാഭാവികമല്ലേ. അപ്പം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, എവിടെയാണ് UP, ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. എത്ര ആയി, 1.5 കൊല്ലമായി വന്നിട്ട്, കുഴപ്പമൊന്നുമില്ല. വീട് നമുക്ക് ഡ്രൈവറെ കാര്യം അറിയാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അവസാനം പറഞ്ഞ് ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തുടങ്ങി അവൻ ഇങ്ങനെ, ഞാനിതാ കുറേ നേരമായി വന്നിട്ട് പോസ്റ്റ് അടിച്ചിട്ടിരിക്കുകയാണ്, വെയിറ്റിങ്, എങ്ങോട്ടാ പോയി എന്നുള്ളത് അറിയില്ല, ഇവിടെ വെയിറ്റ് ആക്കാൻ പറഞ്ഞതാ, നോമ്പറന്നിട്ട് വെള്ളം അതേപോലെ തന്നെ ഈത്തപ്പഴം ജ്യൂസും കുടിച്ചിട്ട് ഇറങ്ങിയതാണെന്നുള്ളത് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയൊരു സംഭവമാണ്. ഞാനായാലും ഇപ്പം മാഡം വിളിച്ചു കഴിഞ്ഞാൽ, നമ്മളെ മാഡം അൽഹംദുലില്ലാ നോമ്പ് പറഞ്ഞെന്നൊക്കെ ചോദിക്കും. നോമ്പ് തുറന്ന ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് വായെന്നുള്ളതാണ് പറയാ. എന്തെങ്കിലുമൊക്കെ അർജന്റ് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് വായെന്നുള്ളത് പറയാന്നല്ലാതെ ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളെടുത്ത് വരാൻ പറച്ചില്. ഇനിയിപ്പോൾ ഞാൻ അഥവാ കഴിക്കുന്നിടത്തുനിന്ന് നീച്ചു പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നിടത്തുനിന്ന് മാഡം വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീച്ചിട്ട് പെട്ടെന്ന് പോണത്. അപ്പൊ ഇതൊക്കെ സംഭവം എന്താണെന്നറിയോ, ഒന്ന് പറഞ്ഞ് ഇതാക്കേണ്ട സംഭവങ്ങളാണ്. നമ്മൾ പറയാ, ഞാനിതാ ഇപ്പൊ ഫുഡ് കഴിക്കാനേ ഇരുന്നിട്ടേ ഉള്ളൂ, ഇനിയിപ്പോ വേറെ വല്ല പണിയും കഴിഞ്ഞിട്ടാ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തുറന്ന് പറയുക അവരുടെ അടുത്ത്. അവർക്ക് മനസ്സിലാവും. മനസ്സിലാകാത്ത സാധനങ്ങൾ ഉണ്ടാകും. എന്നാലും നിങ്ങൾ തുറന്ന് പറയാ, എന്ത്, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, നോമ്പ് അറിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണെന്നുള്ളത്. ഹിന്ദി ആയിക്കോട്ടെ, എന്തായാലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ചിട്ടില്ല എന്നുള്ളത്. ഇനി കഴിച്ചിട്ടില്ല എന്ന് പറയാണ്, അങ്ങനെ നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോവാണ്, നോമ്പ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ആണ് പോസ്റ്റ് ആണോ എന്നുള്ളത് നമുക്കും ആർക്കും പറയാൻ പറ്റൂല, അവിടെ എത്രത്തോളം വെയിറ്റ് ആക്കണം എന്നുള്ളതൊന്നും. അപ്പൊ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്തൊന്ന് സംസാരിക്കുക. ഇനിയിപ്പോ നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് പറയാ, വെയിറ്റ് ഉണ്ടോ, ഇവിടെ എത്ര സമയം ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ ചോദിച്ചു നോക്കിയിട്ട്, എന്നാ ഞാൻ ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ടില്ല, നോമ്പ് പറഞ്ഞിട്ട് ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് പറയുക. എന്നിട്ട് നിങ്ങൾ പറയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പൈസ തരിക, ഇല്ലാന്നുണ്ടെങ്കിൽ എന്നാൽ പോയി വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് വായോന്ന് പറയേ, എന്തെങ്കിലുമൊക്കെ അവർ ഇതാക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. ഇന്നലെ ഓൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഓൻ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ഓല അറിയാതെ ഓല കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമല്ല. ഇവന്റെ ഭാഗത്തുള്ള തെറ്റല്ലേ, ഇവൻ പറഞ്ഞിട്ടില്ല. പറയാത്തത് കൊണ്ട് അവര് മനസ്സിലാക്കിയിട്ടില്ല. അവരെ വിചാരം എന്തായിരിക്കും, ഫുഡ് കഴിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം അവിടെ ഇരിക്കുന്നുണ്ടാവുക, അതുകൊണ്ടാണ് അവർ ഓട്ടത്തിന് വിളിച്ചിട്ടുണ്ടാവുക. ഇപ്പം പറഞ്ഞിട്ടില്ല. ആ ഒറ്റ കാരണം, നിങ്ങൾ എന്തുണ്ടെങ്കിലും പറയാ, ഫുഡ് കഴിക്കാതെ നീച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നം. അപ്പൊ ആ സംഭവങ്ങൾ തുറന്ന് പറയാ, ഫുഡ് കഴിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ പറയാ, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പൈസ തരിക, അതെന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു ഇതുപോലെ ഇരിക്കും. അപ്പൊ പരമാവധി ഇങ്ങനൊക്കെ കാര്യങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ പറയാ, തുറന്ന് പറയാ. അപ്പൊ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇന്നലത്തെ ഒരു ഇത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ഇടാലോ എന്നുള്ളത് കരുതിയതാ. ഇനി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, ഇനിയിപ്പോ ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.